പ്രാർത്ഥനയ്ക്കായി ശ്രീ എബ്രഹാം ജോൺ പുളിമൂട്ടിലിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ അടുത്തു വന്ന് ഈ പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ യഹോവ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾ എത്ര കടപ്പെട്ടിരിക്കുന്നു ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ക്രിസ്തുമസിന്റെ ദിനം ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ അനുഭവങ്ങളെ നൽകുന്നതോടൊപ്പം പുതിയ വർഷത്തിലേക്കുള്ള ആശംസകളെ അവർ നൽകി സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഹോളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ വാട്ടുപ്രമേയം ജോലിയും വത്സമയും ഞങ്ങൾ പ്രത്യേകം ഓർക്കും. നിന്റെ മക്കളെത്ര വലിയ സേവനമാണ് ഞങ്ങളുടെ കുടുംബയോഗത്തിന് നൽകിയത് എന്നുള്ളത് നന്ദിയോടുകൂടെ എപ്പോഴും ഞങ്ങൾ ഓർക്കുവാൻ സഹായിക്കുന്നത്. ഞങ്ങളും ഞങ്ങളെ കൊണ്ടാവത് ചെയ്ത് സന്തോഷത്തോടെ ഈ കുടുംബയോഗത്തെ വളർത്തുവാനും അതിനുവേണ്ട പരിലാളനകൾ എല്ലാ രീതിയിലും ചെയ്യുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബാംഗങ്ങളായ എല്ലാവരുടെയും വിശിഷ്ടമായിട്ടുള്ള സേവനങ്ങളെ നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ തിരുവേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ ഏർപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയിൽ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും ദൈവകൃപയുടെ തണൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തിന്റെ അംഗങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ സ്ഥിരതയും ധൈര്യവും പ്രത്യാശയോട് നൽകി വഴി നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ യോഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഓർക്കും. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അതിൽ പങ്കാളികളാണ്. ദൈവമേ, നീ എല്ലാവരെയും കടാക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ നല്ല അവസരം ഭാവി ജീവിതത്തെ സുന്ദരമാക്കുവാൻ തക്കവണ്ണം ഏറ്റവും നല്ല ലഭ്യത ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സ്വർഗീയമായ ചൈതന്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി കുടുംബയോഗ സെക്രട്ടറി ശ്രീ കുര്യൻ വർഗീസ് ഇടയാടിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ കൊട്ടാരത്തിൽ കുടുംബാംഗങ്ങളെ, ക്രിസ്മസ് പുതുവത്സര കുടുംബ സംഗമത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ക്രിസ്മസ് പങ്കുവെക്കലിന്റെയും പുതുവത്സരം പ്രതീക്ഷയുടെയും ദിനങ്ങളാണ്. ഓരോ പുതുവത്സരവും നമ്മൾ ആഘോഷിക്കുന്നത് പോയ വർഷത്തിന്റെ കുറവുകൾ നികത്തി കൂടുതൽ കൂടുതൽ മുന്നേറുമെന്ന് പ്രതിജ്ഞയും പ്രതീക്ഷയോട് കൂടിയുമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ ലോകത്ത് സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിച്ചാലും നമുക്ക് വേണ്ടത് സമാധാനം മാത്രമാണ്. ആ സമാധാനം നൽകുവാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഇന്ന് നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പുതിയ വർഷത്തിൽ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും കുടുംബാംഗങ്ങളായ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആദ്യമായി ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ പ്രസിഡന്റാണല്ലോ. നമ്മുടെ പ്രസിഡന്റായ ശ്രീമാൻ രാജു മുണ്ടമറ്റത്തിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടാമതായി മുഖ്യ സന്ദേശം നൽകുന്ന
നമ്മുടെ പേട്രനുമായ ജോഷുവ മാർ ബർന്നബാസ് തിരുമേനിയാണ്. തിരുമേനിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നല്ലൊരു മെസ്സേജ് തരാവുന്നേറ്റ് കൃത്യസമയത്ത് തന്നെ വന്ന ജോഷുവ മാർ ബർന്നബാസ് തിരുമനസിനെ ഏറ്റവും ആദരവോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി മെസ്സേജ് നൽകുന്നത് നമ്മുടെ കൊയർ മാസ്റ്റർ കൂടിയായ ശ്രീമാൻ വി വർഗീസ് സാറാണ്. 2 മാസമായി 24 അംഗങ്ങളെ പാട്ട് പഠിപ്പിക്കുവാനും വീടുകൾ തോറും പാട്ട് പാടിക്കൊണ്ട് നടക്കുവാനും സാധിച്ചത് നമുക്കൊരു വലിയൊരു കൈത്താങ്ങാണ്. ഇന്ന് മെസ്സേജ് ചെയ്യാവുന്നേറ്റ ശ്രീ വി വർഗീസ് സാറിനെ ഈ മീറ്റിംഗിലേക്ക് സാദരപൂർവ്വം സ്വാഗതം ചെയ്തു. കുടുംബയോഗത്തിന്റെ രക്ഷാധികാരിയുണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, മുൻ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, അതുപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ 24 അംഗ കോറുകളുണ്ട്, അവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ കുടുംബാംഗങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത്, അവരാണ് നമ്മുടെ ബലം. അവരെ എല്ലാവരെയും ഓരോരുത്തരെ പേരായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി. സ്നേഹമുള്ള കുടുംബ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി തന്ന ദൈവത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 മാസമായി, അതായത് നവംബറിന്റെ ആദ്യ കാലം മുതൽ കൊയറിലുള്ള എല്ലാവരും മിക്കവാറും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്താണ് നമ്മുടെ ഭവനങ്ങൾ സന്ദർശിക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. ആദ്യ തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് യുവജനങ്ങൾ വളരെ കുറവാണ് നമ്മുടെ കുടുംബത്തില്. അപ്പൊ ഇത് നടക്കുമോ എന്ന് പലരും സംശയിച്ചു. അങ്ങനെ ഏതായാലും നമ്മളൊരു തീരുമാനമെടുത്ത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഒരു തീരുമാനം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കടിയാടിയിലെ ബഹുമാനനായ കുഞ്ഞോൻചാനും ഇതിനോട് ചേർന്ന് വരികയും വളരെ ഭംഗിയായി അതിന്റെ ചുമതല ഏറ്റെടുക്കുകയും നല്ല ഒരു അച്ചടക്കത്തോടു കൂടി നല്ല ഒരു കൊയറിനെ, ഇത്രയും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടെങ്കിലും പ്രായമുള്ളവരാ കൂടുതൽ, 4 ദിവസം നമ്മളെ ഭവനങ്ങൾ സന്ദർശിച്ചിട്ടു. എല്ലാവരും നമ്മളെ അങ്ങേയറ്റം പ്രശംസിക്കുകയും ചെയ്തു. മറ്റ് ചില കുടുംബാംഗങ്ങളെ, അതായത് മറ്റ് പുറത്തുള്ള ചില കുടുംബാംഗങ്ങൾ നമ്മളെ വിളിച്ച് പാടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മളോട് വളരെ ഇതിൽ കൂടി നമുക്ക് മറ്റുള്ളവരുമായി കുറച്ചുകൂടെ സ്നേഹം പുലർത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും നേതൃത്വം നൽകിയത് നമ്മുടെ ബഹുമാനനായ കുഞ്ഞോൻചാനാണ്. എല്ലാം അത്ഭുതകരമായി ദൈവം നടത്തി എന്ന് തന്നെ നമുക്ക് ഞാൻ പറയുകയാണ്. ഇത്രയും ഭംഗിയായി നടക്കും എന്ന് വിശ്വസിച്ചില്ല. 4 ദിവസം ആർക്കും ഒരു കല്ലിൽ പോലും തട്ടാതെ നമ്മളെ ദൈവം പരിപാലിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ആർക്കും ഒരു അസുഖം വരികയോ പനി വരികയോ ഒന്നും സംഭവം ഉണ്ടായില്ല. അതുപോലെ തന്നെ ഞാൻ ഇതുകൊണ്ട് മനസ്സിലാക്കിയത്, നമ്മൾ ചെന്നപ്പോഴേ ഒരു വലിയ സ്വീകരണമാണ് നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ചത്. നമ്മളെ ഒത്തു കണ്ടപ്പോൾ വളരെ സന്തോഷകരമായ രീതിയിൽ നമുക്ക് മുട്ടായിയും കേക്കും നമ്മളെ പറയാതെ തന്നെ പല വീടുകളിലും നമുക്ക് കാപ്പി സൽക്കാരങ്ങളും ഒക്കെ നൽകി നമ്മളെ സ്വീകരിച്ചു. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപോയ നമ്മുടെ സഹോദരി ഗ്രേസ്
നമ്മുടെ പുറമത്തെ ഗ്രേസ്, ആ വീട്ടിൽ ചെന്നപ്പം ഗ്രേസ് അസുഖക്കാരിയായിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിലും നമ്മളെ ആകെ ഒന്ന് ഈ പാട്ടുകാരെ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഓടി നടന്ന് എന്തുവാ ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് തന്നെ അറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയും നമ്മൾ ആദ്യം ഒരു പാട്ട് പാടി. അന്നേരം ഗ്രേസ് പറഞ്ഞു, നിങ്ങൾ ഒരു പാട്ടുകൂടെ പാടണം, അത് താളമുള്ള ഒരു പാട്ട് നിങ്ങൾ പാടണമെന്ന് പറഞ്ഞു. അപ്പം വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുക. അപ്പൊ അവിടെ 2 പാട്ടുകൂടെ നമ്മൾ പാടി. അങ്ങനെ 2 പാട്ട് പാടിച്ച് നമ്മളെ സന്തോഷിപ്പിച്ചു, നമ്മളോട് ഒത്തുചേർന്ന് നിന്നു. പക്ഷെ 2-3 ദിവസത്തിനകം നമ്മളെ വിട്ട് കടന്നു പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ആ സമയത്ത് ആ സഹോദരിയെ ഒന്ന് കാണുന്നതിനൊക്കെ ഇതെല്ലാം ഒരു നിമിത്തമായി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. വളരെ എല്ലാവരും നമുക്ക് കിഴക്കമ്പൂത്തൂറ്റും ആമല്ലൂരും ഉള്ള ഭവനങ്ങളാണ് സന്ദർശിച്ചത്. മിക്കവാറും എന്നല്ല 100% ഭവനങ്ങൾ സന്ദർശിച്ചു എന്നാണ് വിശ്വാസം. ദൂരെയൊക്കെ ഉണ്ടായിരുന്ന ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മള് ഒരുപാട് നടന്നൊക്കെ വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യാൻ വയ്യാതൊക്കെ ചെന്നെങ്കിലും അവരുടെ ഇടപെടല്, ഇങ്ങോട്ടുള്ള സന്തോഷം കണ്ടപ്പോൾ എല്ലാ പ്രയാസങ്ങളും മറന്ന് നമുക്ക് ഊർജം നൽകുകയും 4 ദിവസം നമ്മുടെ ഭവനങ്ങളെ പാടുന്നതിന് നമുക്ക് സാധിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഭംഗിയായ ഒരു കൊയർ പാടണം എന്നാഗ്രഹിച്ചു. നല്ല രീതിയിൽ ഈ പണം തരുന്നതിലല്ലായിരുന്നു, നമ്മളോട് ഇടപെടുന്നതിനുള്ള സന്തോഷം. അത് ഈ പ്രാവശ്യം സാധിച്ചതിൽ അങ്ങേയറ്റം ദൈവത്തെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. നമ്മൾ അതുപോലെ തന്നെ നമുക്ക് അതിനെ കൊയറിന് നേതൃത്വം നൽകിയ പലരുണ്ട്. നമ്മുടെ ജോർജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നല്ല വായിച്ചാനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്റ്റാർ, അതായത് മുള കൊണ്ട് തന്നെ അദ്ദേഹം അത് നിർമ്മിച്ച് പഴയ നമ്മുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റാർ അദ്ദേഹം മെനക്കെട്ട് മുള കൊണ്ട് സ്റ്റാർ നിർമ്മിച്ച് പേപ്പർ ഒട്ടിച്ച് നമ്മുടെ പഴയ രീതിയിലുള്ള ഒരു സ്റ്റാറും നമ്മളോടൊത്ത്, അത് അങ്ങേയറ്റം ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഈ പ്രായത്തിലും അതിനുവേണ്ടി മെനക്കെട്ടു എന്നുള്ളതാണ് നമുക്കുള്ള സന്തോഷം. അതൊക്കെ അത് എത്ര ദിവസത്തെ മെനക്കേട് എന്റെ പിന്നിലുണ്ട് എന്നൂടെ നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാം മനസ്സിലാക്കുന്നത് നമ്മുടെ ഐക്യം, നമ്മുടെ സ്നേഹം. അത് അല്ലാതെ മുട്ടായി തരാത്തവരുണ്ട്, പക്ഷെ ഇതൊന്നും അല്ല നമുക്ക് പ്രശ്നം. കാപ്പി തന്നതിനെക്കാട്ടിലൊക്കെ സ്നേഹപ്രകടനത്തില് അങ്ങേയറ്റം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ ഭവനങ്ങളും ഒന്ന് സന്ദർശിക്കുവാൻ ഇടയായതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സന്തോഷത്തിൽ എല്ലാവരും ഇടപെട്ടപ്പോൾ അങ്ങേയറ്റത്തെ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ച് ഞങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമുക്ക് അറിവെടുത്തിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മളോടൊത്ത് നമ്മുടെ സഹോദരന്, നമ്മുടെ തിരുമേനി ബർന്നവാസ് തിരുമേനി ഇന്ന് ഈ പ്രാവശ്യം നാട്ടിലോട്ട് വരുന്നില്ല എന്നുള്ള ഒരു തോന്നലായിരുന്നെങ്കിലും നമ്മുടെ കുടുംബ യോഗത്തിന്റെ ഈ ഒരൊറ്റ പരിപാടിക്ക് വേണ്ടിയാണ് ആസാമിലാണ് അദ്ദേഹം ഇപ്പോൾ തിരുമേനിയായിട്ട് പ്രവർത്തിക്കുന്നത്. എങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ നേരത്തെ നമുക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, നമുക്ക് വെളിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തി നമ്മൾ അതിനു വേണ്ടി സമയം കളയേണ്ട, നമ്മുടെ കൂടെ ഉള്ളവർ മാത്രം നമ്മളെ, അതായിരുന്നു നമ്മുടെ തീരുമാനം. അതും ദൈവം തമ്പുരാൻ സാധിച്ചു തന്നു. തിരുമേനി അതിനുവേണ്ടി ഇത്രയും ദൂരെ നിന്ന് വന്ന തിരുമേനി അങ്ങേയറ്റം നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. തിരുമേനിക്ക് കൂടുതലായി ഈ മേഖലയിൽ പ്രവർത്തിക്കുവാൻ ഞാനിന്ന് സംസാരിച്ചപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ? അപ്പം പറഞ്ഞു, പുറത്തുനിന്നൊക്കെ വളരെ പീഡനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം തമ്പുരാൻ ശക്തി കൊടുത്ത് പ്രവർത്തിക്കുന്നു. അതിന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന്റെ പിന്നില് ഉണ്ടാകണം എന്നുകൂടി ഞാൻ ഈ അവസരം ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ അനേകം രോഗികളായിട്ട് അനേകരുണ്ട്. നമ്മളെല്ലാവരും നമ്മളെല്ലാം ബിസി ഉള്ളവരാണ്. ഈ പറയുന്ന ഞാനും ഈ പറയുന്ന കാര്യം നിർവഹിക്കുന്നില്ല എന്ന് എനിക്കും മനസ്സിലുണ്ട്. പക്ഷെ നമ്മുടെ രോഗികളെ സന്ദർശിക്കുവാൻ നമ്മൾ ആഴ്ചയില് അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ സഹോദരങ്ങളെ സന്ദർശിക്കണം. അത് അവർക്ക് വലിയൊരു സന്തോഷമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ക്രിസ്മസിന് ചെന്നപ്പോൾ ആ സന്തോഷം കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രോഗികളായ നമ്മുടെ ആൾക്കാര് നമ്മളെല്ലാവരും സന്ദർശിക്കണം.
അത് നമ്മൾ തീരുമാനം എടുക്കണം. നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ സഹോദരങ്ങളുമാണ് അസുഖത്തിൽ കിടക്കുന്നത്. നമ്മുടെ ബ്ലഡ് ഉള്ള അവരെ കാണുന്നതിന് നമ്മൾ സമയമെടുക്കണം. അവരുടെ സന്തോഷം അവർ ചെന്ന് കാണുമ്പോഴായിരിക്കും നമ്മൾക്ക് അത് മനസ്സിലാകും. അതുകൊണ്ട് രോഗികളെ സന്ദർശിക്കുവാൻ നമ്മളെ ഒരുമിടണം എന്നുകൂടി ഞാൻ ഈ അവസരം ഓർപ്പിക്കട്ടെ. പിന്നെ ഇതിലെല്ലാം ഉപരിയായി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ ഒരു വിഷയം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ചില ആവശ്യങ്ങളൊക്കെ നമ്മുടെ ഇനി ഇതിനുണ്ട്. അത് എല്ലാവരോടും പൈസ ആയിട്ട് ചോദിക്കുകയല്ല. നമുക്ക് നമ്മുടെ റോഡ്, ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ടുള്ള റോഡ് ഉടനെ ശരിയാവും. നമ്മുടെ ഇങ്ങോട്ടുള്ള ആ റോഡ് കൂടി ഒന്ന് ടൈലിട്ട് വൃത്തിയാക്കി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിനും എല്ലാവരും സഹകരിക്കുകയും. അതുപോലെ നമുക്കൊരു നല്ലൊരു ക്ലോക്ക് നമുക്ക് വേണം. അതാരെങ്കിലും സംഭാവന ചെയ്യുന്നെങ്കിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ലൈറ്റ് പോയാൽ നമുക്കിപ്പോഴേ എമർജൻസി വലിയ 2 എമർജൻസി ലൈറ്റുകൾ കൂടെ കിട്ടിയാൽ കൊള്ളാം. ഇങ്ങനെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ മുന്നിൽ ഈ അവസരത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ആരെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും ചില വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ചില രോഗികളായവരെ സഹായിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും ആവശ്യങ്ങൾ വരുമ്പോഴേ അവരെ സഹായിക്കുന്നതിനും എല്ലാവരും ഒരുമിടണമേ എന്നൊരിക്കൽ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നമുക്ക് ഇങ്ങനെ കൂടി വരുന്നതിനും നമുക്ക് ഐക്യം കൂടുതലായി ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ഒരു ബിൽഡിംഗാണ്. ഇതിവിടെ സ്ഥാപിക്കുവാൻ നമുക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും. നമുക്ക് അല്ലെങ്കിൽ ഇതിനൊക്കെ ഭയങ്കര ചെലവാണ്. നമ്മളെ അടുത്ത ഹോൾ എടുക്കാതെ ഇപ്പൊ അതിന്റെ എല്ലാം ഹോളിന്റെ എല്ലാം റേറ്റ് കൂട്ടി. എനിക്കന്ന് 20,000 25,000 ആണ്. അപ്പൊ അത്രയും രൂപ മാസം തോറും എല്ലാ പരിപാടികൾക്കും നമ്മൾ കൊടുക്കണമായിരുന്നു. നമുക്കിങ്ങനെ ഹോൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. അതിന് ഈ സ്ഥലം തന്ന നമ്മുടെ ജോയിച്ചാന് പാട്ടപ്പറമ്പില്, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുവൻചാൻ രോഗിയായിരിക്കുന്നു, വയ്യാതെ ഇരിക്കുന്നു. കുഞ്ഞുവൻചാനെയും കുടുംബത്തെയും ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഇതിന് ത്യാഗം ഒക്കെ ചെയ്ത നമ്മളെ വിട്ടു കുറഞ്ഞു പോയ നമ്മുടെ സെക്രട്ടറി, നമ്മുടെ ബേസാറിന്റെ അവസരത്തില് ഞാൻ ഓർക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സഹോദരൻ ഇടയാടിയിലെ തമ്പി ഒരു ആക്സിഡന്റിലായിട്ടുണ്ട്. നല്ല സീരിയസ് ആയ ഒരു ആക്സിഡന്റാണ്. അദ്ദേഹത്തിന്റെ വിടുതലിനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യമേ പറയാൻ പറ്റൂ. നമ്മളൊരു ടൂറ് പരിപാടി പ്രോഗ്രാം ചെയ്തിരുന്നു. അതിനകത്ത് വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന് ഒരു രാത്രിയില് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷിക്കുന്നതിനും, അതിനകത്ത് നമുക്ക് നമ്മുടെ പട്ടവനെ രായിച്ചാന്റെ അമ്മാമ്മയും അവരായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ളവരെങ്കിലും അമ്മാമ്മയുടെ ആ കയറി മുന്നോട്ടുള്ള യാത്ര കണ്ടാണ് ഞങ്ങളെല്ലാവരും പുറകെ, ഞങ്ങളെല്ലാം എല്ലാം മറന്ന് അമ്മാമ്മയോടൊത്ത് പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞു. അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ജോർജിയും ഒക്കെ ഞാൻ എപ്പോഴും അഭിനന്ദിക്കട്ടെ. നമുക്കിനിയും പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ഒരിക്കൽ കൂടി ദൈവമുമ്പാകെ താഴ്ത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിനെല്ലാ അനുഗ്രഹങ്ങളും എന്ന ദൈവത്തിന്റെ ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. യെശയ്യാവ് പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ശ്രീമതി വത്സമ തോമസ് നാലിയോട്ടിൽ നിന്ന് നമുക്ക് ശ്രമിക്കാം.
ഇന്നത്തെ ഭാഗവായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2 മുതൽ 7 വരെ. The book of Isaiah, chapter 9, verses 2 to 7. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം പെരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായി തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഇവിടെ പാഠം അവസാനിച്ചു. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനായി മാസ്റ്റർ എയ്ഡൻ കൊട്ടാരത്തിനെ ക്ഷണിക്കുന്നു. രണ്ടാം പാഠഭാഗമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെ. ലൂക്കോസ് 2:1 മുതൽ 7 വരെ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറിന്യോസ് സുറിയനോട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ ജോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറി എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദയെ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവരവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിന് കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇങ്ങനെ പാഠം അവസാനിച്ചു. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനും പാട്ടിനുമായി ബ്രയൻ ഫിലിപ്പ് തോമസിനെയും Louis Armstrong was a 20th century African-American jazz performer whose What a Wonderful World to a group of people all across the world torn by world wars came as medicine, came as solace. The children tried to bring to you a shadow play on the same What a Wonderful World by Louis Armstrong. I see trees of green, red roses, I see blue, following you, and I think to myself, what a wonderful. I see skies of blue, clouds of white, the bright blessed day, the dark sacred night, and I
think to myself, what a wonderful world. The colors of the rainbow, spring and sound, that's on the faces of people going by. I see friends shaking, saying how they say, I love you. I am this I must grow, and I must grow. And I think to myself, what a wonderful world. I think to myself, what a wonderful world. Thank you, Johan and Neha. മുഖ്യ സന്ദേശം നൽകുവാനായി നമ്മുടെ കുടുംബയോഗ രക്ഷാധികാരിയായ ജോഷുവ മാർ ബർണാബസ് തിരുമേനിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. So glad to be here on this occasion after a long time. And nice to see you all, and especially to enjoy this beautiful evening. This time of singing, creativity by the young generation of Karathil Kudmayogam, and this beautiful shadow play, How Beautiful is the World, by Louis Armstrong. And I was making a comment on the choir team. We were reminded again and again that this choir team is made up of older people, but I don't think so. It's made of young and vibrant young people. And you have kept both the spirit of the Christmas and also the spirit of Kudmayogam. Thank you so much. It brings great hope. So, Christmas greetings to all. We sincerely appreciate the office bearers, the leaders of Kudmayogam for arranging this gathering, an occasion for us to gather together, to have fellowship, to refresh our memories, and also to make a commitment on the very first day of this new year of 2024. I will not take much time because there are two messages and we are a bit late. In short, I will finish my words. When we read the Gospels and look for the verses that talks about the birth of Jesus, sometimes we may be shocked or we may be wonder that it's just limited to 40 verses in 4 Gospels. In St. Matthew, there are 19 verses that talks about the birth of Jesus. And in St. Luke, it is 20. And St. Mark does not talk about the birth of Jesus. It begins the gospel with the baptism of Jesus. And when you come to St. John talks about the whole incarnation in just one verse.
St. John chapter 1 verse 14, the word became flesh and dwelt among us. Christmas is all about giving. We have this age-old practice of exchanging the gifts. It's out of token of love and appreciation for one another, affection for one another. Actually, this age-old practice of exchanging of gifts help us to recall the gifts that the great gifts that the Magi offered to the Christ child. And a few years after this incident, after offering of these gifts by the Magi to the Christ child, St. James writes in an epistle, chapter 1, verse 17, that the great and the perfect gift comes to us from above, from Father of lights. And we agree with St. James. And we use those verses in the Divine Liturgy, in our messages, our songs, agree that all best and perfect gifts in our lives comes from above. And we all know that the best and the perfect gift that we have received was of His only and begotten Son. The one the Father gave to us out of love for this world. St. John chapter 3 verse 16, God so loved the world that He gave His only and one Son. Not only that, our Lord and Savior Jesus Christ gave His life on the cross so that we can share in His divine life and be part of His kingdom. So Christmas is all about giving. I remember a very old story that was written in 1905 by a person called O. Henry, and the title of this story is The Gift of Magi. It talks about maybe a recently married couple who actually deal with the challenge of buying a secret Christmas gift for one another. This young lady, or the wife named Della Young, on Christmas Eve looks into the purse and finds that she has just $20 in her purse, which was not sufficient to buy a gift for her husband Jim. Jim and Della were very poor, but they loved one another. They were willing to go extra mile to express their love. And if you ask them what are the best gifts that they have, Della Young will say, the best gift that I have or inheritance I have is my long brown hair, which goes up to the knees. You ask Jim, what is the best thing that you have? Then he says, I have this golden watch, which I got from my forefathers. So on Christmas Eve, Della Young goes to a wig shop, sells her hair, gets around some $200. Now she has $220. Decides to buy a good platinum chain for her husband's golden watch, because that golden watch had this worn out and torn leather strap. So she buys that, wraps it, comes home, waits for the husband to come. And when husband comes home, she finds Della covering her head or her hair with a towel. And inquires what happened. And she admits that she had to sell her hair to buy this platinum chain for her husband. Now her husband Jim extends the Christmas gift that he purchased for his wife. And when his wife Della opens that gift, there she finds a beautiful set of combs and clips for her long hair. And now Della extends or offers her gift to her husband. And Jim opens that gift. It was a beautiful platinum chain, and that was the time Jim admits that he had to sell his watch to buy that beautiful combs and the clip set. That Christmas Eve, both of the gifts were
not useful for both of them, but then it shows that they both went extra mile to express their love for one another. And you think about God the Father, who goes so far to give us the best gift. And then this year, the first day of this year, is a time for us to make a commitment. When we realize that God the Father offered the best that He could, His only begotten Son, and our Lord Jesus gave His life on the cross, question is, what can we give of same kind, of same value, as when we are given with another 1 year in our life? This new year is upon us. There are a lot of news around, or that can make easily anyone very discouraged. If you have happened to see the news today, you must have heard about the earthquake of 7.5 magnitude hit Japan. And that has resulted in destruction of houses, fire, then all the highways are closed, and there is a tsunami alert now in Japan. Think about those people who entered into the new year with all this hope. A new year has to bring a sense of hope, isn't it? But then there are a lot of things around that discourages us. In our country, we hear about the news of COVID rising up. There are wars among different countries in the world, uprising of terrorism, racism, then breaking down, collapse of this economy, and then lot of we can list it down. And not only that, many of our dear ones have gone through a lot of tragedies and problems and sickness and suffering. And our President, sir, in his speech was mentioning about different families who have gone through all these problems in this year 2023. And when we are on the first day of this new year, some of us are still in the state of personal pain and sickness, wondering what is going to be this new year to 2024 us. And when we are called to walk on the new road, a totally new, on which we have not traveled before, everything is uncertain. We don't know how far we will walk on this road in this year 2024, whether we will be able to complete it. What is waiting for us on this new road when everything is uncertain? Question is, how can we move forward? I was very impressed with that shadow show that Louis Armstrong, through his singing, tells us that we people have failed to enjoy the beauty of little things that this life or world can bring to us. The blue sky, the green plants, and then the list is there. And this song challenges us to take a step back. Look into the positive things of life, positive aspects of life. Focus on it. In Philippians chapter 3, Saint Apostle Paul reminds us about that verse when he says that forgetting what is behind, I press on towards the goal. Forgetting what? Forgetting everything, our worries and our sickness, our defeats and failures. Not only that, even our victories, our success, the praise of the people, the awards and the achievements we won, we forget everything. Someone said it is like holy amnesia. Spiritual forgetting. And then a strong pursuit to press on. Not giving up. We hear stories about a lot of people giving up. And especially in Kerala, we hear about stories of suicide, especially by young people. We are not called to give up. We are called to press on. That's why St. Paul says,
one thing I do. Actually, we human beings mostly say we have a lot of things to do, more things to do. That's natural because we human beings are very scattered and we get busy with a lot of things. At least by look, we look busy. But it's by saying we say we are busy. But then let us be single-minded. Do something. And we have been reminded. We have been reminded by our president, sir, that in our evening prayers, pray for these things. Visit the sick families. Let us try to help those poor and needy families. What all we can do with this one life that is given to us, which is like a vapor which will soon pass away. Why don't we leave a legacy and make a difference in this life? May God grant us grace to experience His peace, hope, and joy. Trials will be there, sickness and problems and difficulty will be there. But overriding it is the promises of God when He says He will never leave us, never forsake us. God is with us in Emmanuel. That's the message of the Christmas. May God bless us and wish you and all of you a happy Christmas, because it's a Christmas gathering, and very blessed and graceful New Year. In the name of the Father, and of the Son, and of the Holy Spirit. Amen. ജോണതൻ ആൻഡ് ജോയ്സ് ഫ്ലാപ്പറയിലെ ഒരു പാട്ടിനായി നമുക്ക് ക്ഷണിക്കാം. What a wonderful day. What a wonderful evening. What a wonderful world. വലിയ തിരുമേനി കൊട്ടാരത്തിൽ കുടുംബയോഗത്തിന്റെ എല്ലാ വ്യക്തിത്വങ്ങളും അതുപോലെ കുഞ്ഞുങ്ങളും കൂടിയിരിക്കുന്ന ഏവരും, ക്രിസ്മസ് കഴിഞ്ഞു, ഒരു പുതുവർഷം നമുക്ക് ദൈവം പ്രദാനം ചെയ്തിരിക്കുക. ഇന്നത്തെ ദിവസം രാവിലെ എനിക്കൊരു മെസ്സേജ് കിട്ടിയത് റോട്ടറി ക്ലബിന്റെ ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 1-ാം തീയതി അതിൽ ഒരു ഗസ്റ്റ് എഡിറ്ററായിട്ട് ഗവർണർ എന്നെ നിയോഗിക്കുകയുണ്ടായി.
ഓൾറെഡി എഡിറ്ററുണ്ട്. എന്നാൽ ഈ വർഷം ഒരു എഡിറ്റോറിയൽ എഴുതാനായിട്ട് ഗസ്റ്റ് എഡിറ്ററായിട്ട് എന്നെ നിയോഗിക്കുകയുണ്ടായി. ഇന്ന് ആ പബ്ലിക്കേഷൻ ഇമെയിലായി എനിക്ക് അയച്ചു തന്നു. വളരെ സന്തോഷമുണ്ട്. അതിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഈ കാലയളവിൽ അതിൽ ഞാൻ എഴുതിയ പല കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ. കെയറിംഗ്, ഷെയറിംഗ് and love. This is the season of sharing. ഷെയറിംഗ് നമുക്ക് ഉണ്ടാകണമെന്ന് വരികയില്ല. കെയറിംഗ് മെന്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കെയറിംഗ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ടാണ് കൊട്ടാരത്തിൽ കുടുംബയോഗത്തിന്റെ അംഗങ്ങളായ ഇത്രയും പേര് we care each other. That's why we are here. രണ്ടാമത്തെ കാര്യം ഷെയറിംഗ്. എന്താണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ദുഃഖങ്ങൾ, ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുചേരാവുന്ന കാര്യങ്ങളാണ്. മുമ്പ് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ അനേകം പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും വാർദ്ധക്യ സഹിതമായ അസുഖങ്ങൾ കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. കുടുംബാംഗങ്ങളായി നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, രാവിലെ ഒരു വാട്സാപ്പിൽ ഒരു ഗുഡ് മോർണിംഗ് ഒരു ഗ്രൂപ്പിൽ അങ്ങോട്ട് അയക്കും. ഞാൻ അതിന്റെ ഒരു പ്രൊമോട്ടർ അല്ല. നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയണമെന്ന് വരികയിൽ ഫോൺ call 1 or 2. Pick up the phone again tomorrow. Call 1 or 2 people. Talk to them. Share our thoughts. Share our concerns. I want to know how are you. കുടുംബാംഗങ്ങളായ നമുക്ക് ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത്. ലവിങ്, ഈ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നു? അവരെ നമ്മൾ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളും വളരെ ഇന്റർലോക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പരസ്പരം സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ കുടുംബാംഗങ്ങളായ നമ്മൾക്ക് സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായി. വളരെ ആളുകളുടെ പ്രയത്നപരമായി ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായി. നമ്മൾ ഈ കെട്ടിടം ഒരു വർഷം 2 പ്രാവശ്യം ഇല്ലെ 3 പ്രാവശ്യം കൂടി, ഒരു ഓണം, ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. അടുത്ത വർഷം ഈ 24 നമുക്കിതൊരു കെയറിംഗ്, ഷെയറിംഗ്, ലവിംഗ് ബിൽഡിംഗ് ആയിട്ട് നമ്മൾ തീർക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ കഴിവതും ഒത്തുചേരാവുന്നവർ ഇവിടെ വന്ന് ഒത്തുചേർന്നു നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനും പാട്ടുപാടാനും ആനന്ദിക്കാനും തമാശ പറയാനും ഒക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാക്കി ഇതിനെ മാറ്റണം പുതുവർഷം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇനിയും പല പരിപാടികളുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഒന്നും നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവസരം തന്ന ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തുന്നു. അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു. കൂടാതെ നിങ്ങൾ എത്രയും പേര് വന്ന് ഇത് സംബന്ധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്.
കൊച്ചു കുഞ്ഞുങ്ങൾ ഷാഡോ പ്ലേ ഇവിടെ നടത്തി. അങ്ങനെ നമ്മുടെ യങ് ജനറേഷൻ, കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ പാട്ട് പാടി. അങ്ങനെയുള്ള നമ്മുടെ യങ് ജനറേഷനെ കൂട്ടിക്കൊണ്ടുവരത്തക്കവണ്ണം കീബോർഡ് പ്ലേ ചെയ്ത് ഒരു വേദിയായിട്ട് ഇത് മാറണം. നമ്മൾ ആ പാട്ടിൽ കേട്ടു, വാട്ട് എ വണ്ടർഫുൾ വേൾഡ്. I see the trees of green, red roses too. I see them bloom for me and you. ഈ ന്യൂ ഇയർ കുടുംബയോഗമായി നമ്മൾ കൂടുമ്പോൾ let us be together, let us continue our relationship, let us work together for your benefit and my benefit. Thank you. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രാജു കൊണ്ടോറ്റം, ഇന്നത്തെ മുഖ്യ അതിഥി ജോഷുമാർ ബർണബാസ് മെത്രാപ്പൊലീത്ത തിരുമേനി, പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മള് 2023 വർഷം അവസാനിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ ആഘോഷങ്ങളും പുതുവത്സര ആഘോഷവും ഈ സമയത്ത് നടത്തി. അതിന് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഉള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഈ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ആലോചനയായി. അതില് ആദ്യം മുതലേ ഇൻവോൾവ് ആയ ആളാണ് നമ്മുടെ പ്രസിഡന്റ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്താഗതികളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തി വളരെ ഭംഗിയായിട്ട് ഇത് ഓർഗനൈസ് ചെയ്യാൻ അദ്ദേഹത്തിനെ സഹായിച്ചു. അദ്ദേഹത്തിന് ഈ കുടുംബയോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. മുഖ്യ അതിഥിയായി നമുക്ക് വന്നത് നമ്മുടെ തന്നെ കുടുംബത്തിലെ തിരുമേനിയാണ്, ജോഷുമാർ ബർണബാസ് തിരുമേനി. അദ്ദേഹം തന്റെ വളരെ ബിസിയായ ഒരു ഷെഡ്യൂളുള്ള ആളാണെന്ന് നമുക്കറിയാം. എങ്കിലും ഈ നമ്മുടെ ഈ സംരംഭത്തിൽ വന്ന് പങ്കെടുക്കുകയും നല്ല ഒരു ക്രിസ്മസ് ദൂതും അതുപോലെ ഒരു പുതുവത്സര ദൂതും നമുക്ക് തന്നു. അതില് ചിന്തിക്കാനുള്ള വളരെ കാര്യങ്ങളുണ്ടായിരുന്നു. ക്രിസ്മസ് എന്താണ് എന്ന് അദ്ദേഹം ഇവിടെ വളരെ ലഘുവായ രീതിയിൽ ഉദാഹരണ സഹിതം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. വചനം ജഡമായി സ്നേഹത്തിന്റെ ഉദാത്തമായ ഒരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ദൈവം നമ്മോടുകൂടെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മളെ അത് ചിന്തിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും അത് നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കരുതുകയും ചെയ്തു. അപ്പോൾ തിരുമേനിക്ക് ഈ കുടുംബ യോഗത്തിന്റെ പേരിൽ ഞങ്ങളെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചു. പിന്നീട് നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇവിടെ വിവിധ പ്രോഗ്രാമുകളൊക്കെ നടത്തി നമ്മളെ സഹായിച്ച ആളുകളെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ച എബ്രഹാം ജോൺ പുളിമൂട്ടിലെ സാറ്, പിന്നെ പാഠങ്ങൾ വായിച്ച വത്സമ്മ തോമസ്, ആനി ചെറിയാൻ, ഇൻസ്ട്രുമെന്റ് മ്യൂസിക് വായിച്ച എയ്ഡൻ കൊട്ടാരം, ബ്രെയിൻ കെവിൻ കമലക്കുന്ന്, സോളോ പാടിയ ജോജി കൊട്ടാരം, പിന്നെ ജോനാഥാൻ ആൻഡ് ജോയ്സ്, ഷാഡോ പ്ലേ നടത്തിയ ജോഹനൻ ആൻഡ് നേഹ, പിന്നെ ഇത്രയും പേര് ആണ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കും. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊയറിന്റെ കാര്യമാണ്, അത് പറയാതിരിക്കും. അപ്പം ഇങ്ങനെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലും വിവിധ ജോലിയിലും പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഈ കൊയറിലുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ സമയമെല്ലാം ക്രമീകരിച്ച് ഈ കൊയർ ഇങ്ങനെ ഭംഗിയായി സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ എടയാടിയിലെ വി സാറാണ്. അപ്പോൾ അദ്ദേഹം വളരെ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഇതിൽ പിന്നിലുള്ള ശ്രമം വളരെയാണ്. കാര്യം പാട്ടുകൾ സെലക്ട് ചെയ്യുക, കോപ്പി എടുക്കുക, അത് ഞങ്ങളെ പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ചെയ്ത് ഞങ്ങളെ വളരെയധികം സഹായിച്ചു. അതുകൊണ്ട് ഭംഗിയായിട്ട് ഉള്ള സമയം യൂട്ടിലൈസ് ചെയ്ത് ഇതെല്ലാം
പഠിക്കാനും ഞങ്ങൾക്ക് ഇവിടെ അത് പ്രകടിപ്പിക്കാനും അവസരം കിട്ടി. അപ്പോ വി വർഗീസാറിനെ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിച്ചോളൂ. പിന്നീട് ഇതിന്റെ പിന്നില് വളരെയധികം പ്രയത്നം നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സെക്രട്ടറി, പിന്നെ ഞാൻ പേര് പറഞ്ഞാൽ വിട്ടു, അതുകൊണ്ട് വളരെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെല്ലാം ഈ സമയത്ത് നന്ദി പറയുന്നു. പിന്നീട് നമ്മൾ ഈ കൊയർ എല്ലാ വീടുകളിലും എന്നുവെച്ചാൽ കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മളിതെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ വീട് വീടാന്തരം പോയി പാടുന്നതിനും അവര് കുടുംബങ്ങളുമായിട്ടുള്ള സന്തോഷം പങ്കിടുന്നതിനും എല്ലാം സാധിച്ചു. 4 ദിവസം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് മിക്കവാറും എല്ലാ വീടുകളും കവർ ചെയ്തു എന്ന് കരുതുന്നു. അവരുടെ എല്ലാ സഹകരണത്തിനായി നന്ദി പറയുന്നു. ഏകദേശം നമുക്ക് 1 ലക്ഷം രൂപ അടുത്ത് ഇത് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഇനി നമ്മുടെ ഈ ഹോളിന്റെ ഒരു മെയിൻ്റനൻസിനും ഇവിടെ റോഡിന്റെ പണിക്കുമായിട്ടൊക്കെ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്നു. വന്നു ചേർന്ന എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. എൻ്റെ ഞാൻ ഇതിൽ നിന്ന് വിരമിക്കുന്നു. വന്നു ചേർന്ന എല്ലാവർക്കും അതുകൊണ്ട് നിങ്ങളെ പോലെ തന്നെ നമ്മുടെ സാറിനൊക്കെ വയ്യ എന്നുള്ള ഞങ്ങൾക്കറിയാം. എങ്കിലും പരിപാടികളെ ചുരുക്കുന്നു. ഇനി നമ്മുടെ ഇത് ഇപ്പോൾ നമ്മുടെ എല്ലാ ഫീൽഡ് ലോകം മുഴുവന് ഇത് വീഡിയോ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രധാന ആള് നമ്മുടെ രഞ്ജു ആണ്. രഞ്ജുവിനോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുന്നു. അദ്ദേഹം നമ്മളെ എല്ലാ ആളുകളും കൊട്ടാര കുടുംബത്തിൽ ഉള്ള എല്ലാ ആളുകൾക്കും എവിടെയുള്ള ലോകത്തിലെ എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ചെയ്തു തന്ന രഞ്ജുവിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുകയും നമുക്ക് ഇനിയിപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ ഒരു വർഷം നമ്മളെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നാം തീയതി കണ്ടവർ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മൾക്ക് ഇപ്പോഴും ജീവനോടെ ഈ ദേശത്ത് താമസിക്കുവാനും കുടുംബയോഗമായി നമ്മൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടുവാനും സഹായിച്ച ദൈവത്തിന് അതിപരിശുദ്ധ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങൾ കടന്നു വന്ന ഓരോരുത്തർക്കും എൻ്റെ ഒരു പ്രാവശ്യം കൂടെയുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. തിരുവേലി പ്രാർത്ഥിച്ചതിന് ശേഷം വിഷ ചെയ്തുകൊണ്ടുള്ള പാട്ട് പാടും. അതിനുശേഷം ഒരു ചെറിയ കരിമരുന്ന് പ്രയോഗം, അത് വെളിയിലോട്ട് ഇറങ്ങി നിന്നൊന്ന് വരികയിലേ അത് കാണത്തുള്ളൂ. ഇതിനകത്തിരുന്നാലേ കാണത്തില്ല. മേളിൽ പോയി പൊട്ടുന്ന ഒരു ചെറിയ കരിമരുന്ന് പ്രയോഗമുണ്ട്. അതുകൂടെ കണ്ടിട്ട് ഭക്ഷണത്തിൽ പങ്കുകൊള്ളണം. തിരുവേലിയെ പ്രാർത്ഥിക്കാനും ആശീർവാദം പറയാൻ വിഷയം. We'll all stand for prayer. In the name of the Father, Son, and the Holy Spirit. Our merciful God, we thank you for your grace and mercy, protection and provision, for your love, gift of eternal life that you have granted us. We acknowledge that our times and future are in your hands. Thank you for the grace that you granted to enter into another new year of our life. Thank you so much for your protection, provision, and all the blessings that we have experienced, especially your presence in the midst of difficulties, trials, and sickness in the past 1 year. Lord, we thank you for our Kottarathil Kudumba Yogam. We commit all the office bearers, the committee members,
each and every family who are part of this into your hands. Bless them, O Lord. You grant your grace and mercy, your peace and joy and happiness and all blessings as they continue their journey in this field. And Lord, we commit ourselves into your hands and we pray that you bless us and guide us. Thank you for making this evening program a grand success. Once again, we pray for the needs of this Kudma Yoga, meet all the financial need and material needs. And Lord, in this year, we will see more activities and more programs happening, which will become blessing for everyone, for each and every member of this. Thank you for hearing our prayers. And we say this in the name of the Father, Son, and the Holy Spirit. May the eternal love of God the Father, the grace and peace of our Lord and Savior Jesus Christ, the communion and the abiding presence of the Holy Spirit be with each one of you, with your family, friends, and dear ones, all throughout this year, now and always. Amen. And